ഒരു ജനപ്രതിനിധി എന്ന് പറയുന്നത് ആളുകൾക്കൊക്കെ ഭയങ്കര പരിചിതനായിട്ടുള്ള ഒരാളായിരിക്കും. പക്ഷെ അവരുടെ വികസന പ്രവർത്തനങ്ങൾ വെച്ചിട്ടായിരിക്കും നമ്മൾ പലപ്പോഴും അവരെ വിലയിരുത്തുന്നുണ്ടാവുക. എത്രത്തോളം അവരുടെ ജീവിതത്തിനെ സംബന്ധിച്ചും അതുപോലെ തന്നെ അവരുടെ വേറെ കുറേ കല, വിനോദം തുടങ്ങിയ കാര്യങ്ങളെ സംബന്ധിച്ചും നമ്മൾ അത്രത്തോളം അവെയർ ആയിരിക്കില്ല ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം. ഇന്ന് എൻ്റെ കൂടെ ഉള്ളത് കുന്നമംഗലം നിയോജക മണ്ഡലത്തിലെ MLA ആയിട്ടുള്ള അഡ്വക്കേറ്റ് PT റഹീം സാറാണ്. നമ്മൾ ഇന്ന് കൊണ്ടുപോകാൻ പോണത് ഒരു നോ ഫിൽറ്റർ, വലിയ ഫിൽറ്ററുകളൊന്നും ഇല്ലാണ്ട് കുറച്ച് റിലാക്സ്ഡ് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന അങ്ങയുടെ വികസന പ്രവർത്തനങ്ങളെയും ഒപ്പം ജീവിതത്തിനെയും ഒരുപോലെ ജനങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുക എന്നുള്ളൊരു ശ്രമമാണ് ഞാൻ നടത്താൻ പോണത്. എത്രത്തോളം സക്സസ്ഫുൾ ആകുമെന്നറിയില്ല. അപ്പം അങ്ങനത്തെ ഒരു രീതിയിലാണ് നമ്മൾ ഈ ഒരു സൗഹൃദ സംഭാഷണം കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നത്. സാധാരണ അഡ്വക്കേറ്റ് PT റഹീം എന്ന് കേൾക്കുന്ന സമയത്ത് ചിരിക്കാത്ത കുറച്ച് കർക്കശക്കാരനായിട്ടുള്ള ഒരാളാണ് എന്നുള്ളൊരു അഭിപ്രായം ചില സ്ഥലങ്ങളിൽ നിന്നെങ്കിലും കേട്ടിട്ടുണ്ടോ? അങ്ങനെ ഒരു വിമർശനം അനുഭവപ്പെട്ടിട്ടുണ്ടോ? ചിരി എന്ന് പറയുന്നത് മനുഷ്യൻ്റെ ഹൃദയത്തിൽ നിന്ന് വരേണ്ടത്, അത് ഉണ്ടാക്കി ചിരിക്കേണ്ടതല്ല. ആ ചിരി വരേണ്ട സമയത്ത് ചിരി സ്വാഭാവികമായിട്ടും വരും. എല്ലാ പരിപാടികളും ഞാൻ പേഴ്സണലായിട്ട് ശ്രദ്ധിച്ചിട്ടുള്ളൊരു കാര്യമാണത്. എല്ലാ പരിപാടികളിലും ഒരു മിനിറ്റ് പോലും ലേറ്റ് ആവാണ്ട് കൃത്യമായിട്ട് എത്തിപ്പെടാൻ പറ്റാറുണ്ട്. സാധാരണ ഇത്രയധികം തിരക്കുകൾക്കിടയിൽ നമ്മൾ നോക്കുമ്പം എങ്ങനെയാണ് ഇങ്ങനെ എത്തിപ്പെടാൻ സാധിക്കുന്നത് എന്നുള്ളൊരു സാധനം സ്വാഭാവികമായിട്ടും നമ്മുടെയൊക്കെ ഉള്ളിൽ വരും. ഇത് ചെറുപ്പം മുതലേ ശീലിച്ചിട്ടുള്ളതാണോ, അല്ലെങ്കിൽ ഒരു ജനപ്രതിനിധി, ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ എന്നുള്ള രീതിയിൽ സ്ട്രിക്ട്ലി ഫോളോ ചെയ്യുന്ന ഒരു റൂളാണോ? നമ്മൾ കൃത്യസമയം പാലിക്കാൻ വേണ്ടി പരമാവധി ശ്രമിക്കുന്നുണ്ട്. എൻ്റെ ഒരു MLA എന്നുള്ള ജീവിതത്തിൽ ഒരു പരിപാടിയേറ്റമാണ് ഇതുവരെ എനിക്ക് ക്യാൻസൽ ചെയ്യേണ്ടി വന്നിട്ടുള്ളത്. ഞാൻ വടകരേറ്റം കുടുങ്ങിപ്പോയ ഒരു പരിപാടിക്ക് എത്താൻ സാധിച്ചില്ല. ബാക്കിയുള്ള എല്ലാ പരിപാടികൾക്കും കൃത്യമായിട്ട് എത്താൻ വേണ്ടി ഞാൻ നന്നായി ശ്രമിക്കും. അത് ഒരുപാട് പ്രസംഗിക്കാതിരുന്നാൽ മതി, അത്യാവശ്യം പ്രസംഗിച്ചിട്ട് അടുത്ത സ്ഥലത്തേക്ക് പോവുക എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡാണ് ഞാൻ സ്വീകരിക്കാറ്. അതുകൊണ്ടാണ് ആ സമയക്രമം പാലിക്കാൻ വേണ്ടി സാധിക്കുന്നത്. ഈ കുറേ പറഞ്ഞിട്ട് അല്ലെങ്കിൽ അധികം പറഞ്ഞിട്ട് കുടുക്കി പോകണ്ടെന്ന് വിചാരിച്ചിട്ടാണോ, അല്ലെങ്കിൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കണ്ട എന്ന് വിചാരിച്ചിട്ടാണോ മിതഭാഷയായി പോയത്? അല്ല, മിതഭാഷയല്ല. ഞാൻ നേരത്തെ മണിക്കൂറുകളോളം പ്രസംഗിച്ചിരുന്ന ഒരാളാണ്. പക്ഷേ ഇപ്പം ഞാൻ ഇരിക്കുന്ന ഒരു സ്ഥാനത്ത് അനുസരിച്ച് ഒരുപാട് പ്രസംഗിക്കേണ്ട കാര്യങ്ങളൊന്നും ഇല്ല. ആ കാര്യങ്ങൾ സംസാരിച്ച് പോവുക. ഇപ്പം അധികം രാഷ്ട്രീയ പ്രസംഗമല്ലല്ലോ. ഞാനൊരു MLA എന്നുള്ള നിലക്ക് ചെയ്യുന്ന അവസരത്തിൽ അതിൻ്റെ ഒരു ലിമിറ്റിൽ നിന്നുകൊണ്ടാണ് എപ്പോഴും നമ്മൾ ചെയ്യാൻ ശ്രമിക്കുക. പ്രത്യേകിച്ച് നിയമസഭാ സാമാജികനാകുമ്പം സ്പീക്കർ തരുന്ന സമയത്ത് മാത്രമേ സംസാരിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ആ ഒരു രീതിയിൽ സംസാരിക്കുമ്പം നമുക്ക് കൃത്യമായ ഒരു ടൈം കീപ്പ് ചെയ്യാൻ സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ്. കീപ്പ് ചെയ്യണം എന്നുള്ളത് കൃത്യമായിട്ട്, അത് എൻ്റെ മാത്രം ഗുണമല്ല, എൻ്റെ കൊണ്ട് നടക്കുന്ന എൻ്റെ ഡ്രൈവറേയും കൂടി ഗുണമാണ്. അദ്ദേഹമാണ് ആ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത്. പ്രസംഗം ഒരു മിനിറ്റ് കൂടിപ്പോയാൽ അപ്പം ഫോൺ വരും, സമയമായിട്ടുണ്ട് എന്ന് പറയും. അപ്പം കട്ട് ചെയ്തിട്ട് പോകും. പിന്നെ ഇപ്പം എന്തുകൊണ്ടാണ് തെഞ്ചിക്കണ റോഡ് അത്രമാത്രം സ്മൂത്താണ്, ഇഷ്ടമുള്ള സമയത്ത് എത്താൻ സാധിക്കും. ഈ അടുത്തിറങ്ങിയിട്ടുള്ള ഒരു പ്രമുഖ ചാനലിൻ്റെ ഒരു റാങ്കിങ് ലിസ്റ്റിൽ 44ാമത്തെ സ്ഥാനത്താണ് റഹീം ഇരിക്കുന്നത്. എന്തൊക്കെയായിരിക്കാം ഈ ഒരു 44ാമത്തെ, അതൊരു ചെറിയൊരു സ്ഥാനമല്ല, 140 MLA-മാരിൽ അതായിരുന്നു ആ റാങ്ക് ലിസ്റ്റിൻ്റെ. അപ്പം അതിൽ 44ാമത്തെ സ്ഥാനത്തെത്തുക എന്ന് പറയുന്നതിൽ എന്തൊക്കെ ഘടകങ്ങളായിരിക്കും അതിലേക്ക് സ്വാധീനിച്ചിട്ടുണ്ടായിരിക്കാം? മിക്കവാറും എൻ്റെ നിയോജക മണ്ഡലത്തിലെ വികസന പ്രവർത്തനങ്ങളായിരിക്കും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം എൻ്റെ ഒരു എയിം എന്ന് പറയുന്നത്, ഞാനൊരു സ്ഥലത്ത് ചെല്ലുമ്പം എന്നോട് ആരും പറഞ്ഞു തരേണ്ടില്ല ആ സ്ഥലത്തിനെ സംബന്ധിച്ച്. ഞാനത് മനസ്സിലാക്കി അവിടെ എന്താണ് വേണ്ടതെന്ന് എൻ്റെ മനസ്സിലൊരു ബോധ്യം വന്നാൽ അത് നടപ്പാക്കാനുള്ള ശ്രമമാണ് ഞാൻ നടത്തുക. ആദ്യം ഞാനൊരു കാര്യം പ്രഖ്യാപിക്കുകയല്ല ചെയ്യുക, ചെയ്തു തരാമെന്ന് പറയല്ല ചെയ്യുക. അതിൻ്റെ സാധ്യതകളെ സംബന്ധിച്ച് ആദ്യം വിലയിരുത്തി നടക്കുന്നതാണോ എന്ന് കൃത്യമായി ബോധ്യപ്പെട്ടതിന് ശേഷം മാത്രമേ ഞാൻ അതിനെ സംബന്ധിച്ച് മുന്നോട്ട് പ്രൊസീഡ് ചെയ്യാറുള്ളൂ. അപ്പോൾ പറയുന്ന കാര്യങ്ങളൊക്കെ മിക്കവാറും ചെയ്തു കൊടുക്കാൻ എനിക്ക് സാധിക്കാറുണ്ട് എന്നുള്ളതാണ്. ചെയ്യാൻ പറ്റാത്തത് ചെയ്യാൻ പറ്റൂല എന്ന് പറയുന്നതിൽ എനിക്ക് യാതൊരു വിമുഖതയില്ല. എല്ലാം ചെയ്യാം എന്ന് പറയുന്നൊരു സ്വഭാവം എനിക്കില്ല. ചെയ്യാൻ പറ്റുന്നത് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ പറയും. ഓക്കെ. ഒരു 15 വർഷക്കാലത്തോളമായിട്ട് കുന്നമംഗലം നിയോജക മണ്ഡലത്തിൽ വിവിധ തരത്തിലുള്ള വികസന പ്രവർത്തനങ്ങളുമായിട്ട് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ചില സിനിമാ നടന്മാരോടൊക്കെ ചോദിക്കും,
ഏതാണ് നിങ്ങൾ അഭിനയിച്ചതിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സിനിമ എന്നൊക്കെ ചോദിക്കുന്ന പോലെ ഈ നടപ്പിലാക്കിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ നോക്കുകയാണെങ്കിൽ ഏറ്റവും ആഹ്ലാദം നൽകിയിട്ടുള്ള ഒരു പ്രവർത്തനം ഏതായിരിക്കും? എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ആഹ്ലാദകരമായിട്ടുള്ള ഒരു കാര്യം എനിക്ക് തോന്നുന്നത് കൂളിമാട് പാലമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം 2 ജില്ലകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു വിഷയം. അവിടെ നേരത്തെ പാലത്തിൻ്റെ സ്ഥലത്തെ സംബന്ധിച്ച് വലിയ തർക്കങ്ങളും 2 ജില്ലയിലാണ്, 2 പ്രശ്നങ്ങൾ ഒരുപാടുണ്ടായ അവസരത്തിൽ ആ ഒരു വിഷയത്തിലാണ് ജനങ്ങൾ ഏറ്റവും അധികം ഒരു ആഗ്രഹം പ്രകടിപ്പിച്ച ഒരു പാലം എന്നുള്ള നിലക്കാണ്. അത് എൻ്റെ രാഷ്ട്രീയ എതിർകക്ഷികൾ പോലും ആ കാര്യങ്ങൾ സമ്മതിച്ചിട്ടുണ്ട്. മാത്രമല്ല ഒരു പ്രദേശം എങ്ങനെ വികസിക്കാൻ സാധിക്കും എന്നുള്ളതിനെ കൂളിമാട് വലിയൊരു ഉദാഹരണമാണ്. ഇപ്പം ആ കൂളിമാടിൽ അന്നിട്ടുള്ളതിനേക്കാൾ വലിയ ഒരു രീതിയിലുള്ള മാറ്റം കൂളിമാടിനും പരിസര പ്രദേശങ്ങളും സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു രീതിയിൽ നമ്മൾ മലപ്പുറത്തേക്ക് എയർപോർട്ടിൽ നിന്ന് സാധാരണഗതിയിൽ നമ്മുടെ നാട്ടിലേക്ക് എത്തണമെങ്കിൽ 1.5 മണിക്കൂർ വേണം. ഇപ്പോൾ ആ ഒരു ഐഡിയ നമുക്ക് തോന്നിയതുകൊണ്ട് 20 മിനിറ്റ് കൊണ്ട് ഇപ്പോൾ കോഴിക്കോട് എയർപോർട്ടിൽ നിന്ന് കുന്ദമംഗലത്ത് എത്താൻ സാധിക്കുന്ന ഒരു സ്ഥിതിവിശേഷത്തിൽ ഇപ്പോൾ വന്നിട്ടുണ്ട്. അപ്പോൾ അത് വെച്ചുകൊണ്ടാണ് ഞാൻ ഇപ്പം എൻ്റെ പ്രവർത്തനത്തിൽ ഏറ്റവും നന്നായി എനിക്ക് തോന്നുന്നത് ആ കൂളിമാട് പാലവും എയർപോർട്ടിൽ നിന്നുള്ള ദൂരക്കുറവാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പാലത്തിനെ പറ്റി പറഞ്ഞുകൊണ്ട് അത് കണക്റ്റായിട്ടൊരു ചോദ്യം ചോദിക്കാം. ഇരു കരകളെയും സംസ്കാരത്തിനെയും ഒക്കെ യോജിപ്പിക്കുന്ന ഒന്നാണ് പാലം. അതിൻ്റെ പ്രതീകമായിട്ടാണ് നമ്മൾ പാലങ്ങളെ കൺസിഡർ ചെയ്യുന്നത്. കുന്ദമംഗലം നിയോജക മണ്ഡലത്തിൽ ഒരുപാട് പാലങ്ങളുടെ പണി അത് ഒരു വികസന പ്രവർത്തനമായിട്ട് മുന്നോട്ട് വന്നിട്ടുണ്ട്. ഈ ഒരു ഞാൻ ആദ്യം പറഞ്ഞിട്ടുള്ളൊരു കോൺസെപ്റ്റാണോ, എന്താണ് ഇത്രയധികം പാലങ്ങൾ എന്ന് പറയുന്ന ഒരു രീതിയിലേക്ക് എത്താനുള്ളൊരു സാധ്യത? തീർച്ചയായിട്ടും 2 കരകളെ തമ്മിൽ ബന്ധിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അത് വാണിജ്യപരമായിട്ടും മനുഷ്യൻ്റെ സാധാരണ ജീവിതത്തിലുമൊക്കെ വലിയ രീതിയിലുള്ളൊരു മാറ്റം അതുകൊണ്ടുണ്ടാകും എന്നുള്ളൊരു വസ്തുതയാണ്. അതുകൊണ്ടാണ് നമ്മുടെ നേരത്തെ ഉണ്ടായിരുന്ന പാലങ്ങൾ പുതുക്കി പണിയാനും കൂടുതൽ ട്രാഫിക്കബിൾ ആക്കാനും ഒക്കെ നമ്മൾ ശ്രമിക്കുന്നത്. അത് പാലങ്ങൾ എന്ന് പറയുന്നത് റോഡുകൾ കൂടി ഉപയോഗപ്പെടുത്താനുള്ള നല്ലൊരു മാർഗമാണ്. അപ്പോൾ ആ ഒരു രീതിയിലാണ് പാലങ്ങൾക്ക് മുൻഗണന കൊടുക്കുന്നത്. ഈ ഗവൺമെൻറ് വന്നതിന് ശേഷം ബഹുമാനപ്പെട്ട പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി 99ാമത്തെ പാലം ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടിയിട്ട് മണ്ഡലത്തിൽ വന്നിരുന്നു. ആ ഉദ്ഘാടനം ചെയ്യുമ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ 100ാമത്തെ പാലം 15 ദിവസം കൊണ്ട് ഉദ്ഘാടനം ചെയ്യും എന്ന് പറഞ്ഞു. ഞാൻ അപ്പം തന്നെ അദ്ദേഹത്തോട് പറഞ്ഞു, നിങ്ങൾ തയ്യാറുണ്ടെങ്കിൽ അടുത്ത ആഴ്ച വന്നോളൂ, 100ാമത്തെ പാലം ഇവിടെ റെഡിയാണ്. അപ്പോൾ ആ ഒരു രീതിയിൽ നമുക്ക് ഒരു പ്ലാനിങ് കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ ഒരു ഗോളിയോർ അയൺസിൻ്റെ സ്ഥലം ഏറ്റെടുത്തിട്ട് വികസന പ്രവർത്തനങ്ങൾക്കത് ഉപയോഗിക്കാൻ പാകത്തിനാക്കിയിട്ടില്ല എന്നിട്ടുള്ളൊരു വിമർശനം ഉയർന്നു വരുന്നുണ്ട്. എന്താണ് റഹീം ഖാ അതിനോടുള്ളൊരു നിലപാട്? ഗോളിയോർ അയൺസിൻ്റെ സ്ഥലം എന്ന് പറയുമ്പം അത് ഗവൺമെൻറ് പ്രോപ്പർട്ടി അല്ല. ആ സ്ഥലത്തിൽ 10-200 ഏക്കർ അവർ സ്വന്തം വില കൊടുത്ത് വാങ്ങിയതാണ്. കുറേ സ്ഥലം ഗവൺമെൻറ് വ്യാവസായ ആവശ്യത്തിന് വേണ്ടി അക്വയർ ചെയ്ത് കൊടുത്തതാണ്. അതിന് പണം കൊടുത്തത് ഗോളിയോർ അയൺസാണ്. ഭൂമി അവരുടേതാണ്. നമുക്കതിൽ നിർബന്ധിക്കാൻ പറ്റുന്നൊരു കാര്യം, ഇവിടെ വ്യവസായം മാത്രമേ തുടങ്ങാൻ പറ്റൂ, മറ്റൊരാവശ്യത്തിന് ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ളതാണ്. പക്ഷേ അത് എന്നെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ സ്ഥലം വെറുതെ ഇട്ടപ്പം ഗവൺമെൻറ് ഒരു ശ്രമം നടത്തി അത് ഏറ്റെടുക്കാൻ വേണ്ടിയിട്ട്. ഗവൺമെൻറ് വിജ്ഞാപനം പുറപ്പെടുവിച്ച് ജിയോ ഇറക്കി അത് ഏറ്റെടുത്തുകൊണ്ട്. പക്ഷേ ബഹുമാനപ്പെട്ട ഹൈക്കോടതി അതിപ്പോൾ സ്റ്റേ ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഹൈക്കോടതിൻ്റെ സ്റ്റേ വെക്കേറ്റ് ചെയ്യാനുള്ള ശ്രമം നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഹൈക്കോടതി സ്റ്റേ ചെയ്ത് വെച്ച കാര്യത്തിൽ പിന്നെ നമുക്കൊന്നും ചെയ്യാൻ സാധിക്കാത്ത ഒരു സാഹചര്യമാണുള്ളത്. വെക്കേറ്റ് ചെയ്യാനുള്ള ശ്രമം നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇതേപോലെ കേൾക്കുന്നൊരു കാര്യം, ലൈഫ് ഫ്ലാറ്റ് സമുച്ചയം എന്നുള്ളൊരു പദ്ധതി MLAയുടെ ഭാഗമായിട്ട് നടപ്പിലാക്കാൻ സാധിച്ചില്ല എന്നുള്ളൊരു വിമർശനമുണ്ട്. എന്താണ് അതിൻ്റെ ഒരു യാഥാർത്ഥ്യം? ഗവൺമെൻറ് എല്ലാവർക്കും വീട് എന്നുള്ള ഒരു പദ്ധതി കൊണ്ടുവന്ന അവസരത്തിൽ കാലിയായി കിടക്കുന്ന സ്ഥലം എവിടെയോ ഉണ്ടോ എന്ന് അന്വേഷിച്ചിട്ട് അവിടെ ഈ പദ്ധതി നടപ്പാക്കാൻ തീരുമാനിച്ചു, ഫ്ലാറ്റുകൾ നിർമ്മിക്കാൻ വേണ്ടിയിട്ട്. അത് കുന്നമംഗലം നിയോജകമണ്ഡലത്തിൽ 2 സ്ഥലം പൊതുമരാമത്ത് വകുപ്പിൻ്റെ കൈവശം ഉണ്ടായിരുന്നു. അത് മാവൂർ റോഡ് ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് അവിടേക്ക് മണ്ണെടുക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയ വിലക്കെടുത്ത സ്ഥലമാണ്. അപ്പോൾ ആ 2 സ്ഥലത്തും ഇതിനുള്ള പ്ലാൻ ഉണ്ടാക്കിയിട്ട് ഫ്ലാറ്റുകൾ ഉണ്ടാക്കാൻ വേണ്ടി സർക്കാർ തീരുമാനിച്ചു എന്നുള്ളത് ശരിയാണ്. അതിലൊന്നിൻ്റെ പ്രവൃത്തി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ബോംബെയിൽ ഏതൊരു കമ്പനിയാണ് എടുത്തിരിക്കുന്ന 3-4 നിലകളിലാണ്. അതിന് ഗുണഭോക്താക്കളെ തിരഞ്ഞെടുത്തിട്ടൊന്നുമില്ല. മറ്റ് ഒരിടത്ത് അത് മാവൂരിൽ പൊൻപാറക്കുന്നിൽ
അതിൻ്റെ ടെൻഡർ ചെയ്തൊരു കരാറുകാരൻ എടുത്തിരുന്നു. അയാളെ പ്രവൃത്തി നടത്താൻ വന്ന അവസരത്തിൽ ആ ഭൂമി അതിന് അനുയോജ്യമല്ല എന്ന് കണ്ടതുകൊണ്ട് ഉപേക്ഷിച്ചു. വേറെ ഭൂമി കിട്ടിയാൽ മാത്രമേ അത് തുടങ്ങാൻ സാധിക്കൂ എന്നുള്ളതാണ് വിദഗ്ധമായിട്ടുള്ള അഭിപ്രായം. അതൊരു MLA പ്രൊജക്റ്റൊന്നുമല്ല, അത് സംസ്ഥാന അടിസ്ഥാനത്തിൽ ഉണ്ടായിട്ടുള്ള ഒരു പ്രൊജക്റ്റാണ്. MLA കൊണ്ടുവന്ന ഒരു പ്രൊജക്റ്റുമല്ല, അത് സർക്കാർ ഉണ്ടാക്കിയിട്ടുള്ള ഒരു പ്രൊജക്റ്റിൻ്റെ അടിസ്ഥാനത്തിലാണ്. അതിലൊന്നിൻ്റെ പ്രവൃത്തി നടന്നുകൊണ്ടിരിക്കുന്നുണ്ടെന്നാണ്. പക്ഷേ ആ സ്ഥലത്തൊക്കെ ആളുകൾ പോയി താമസിക്കുകയോ എന്ന് പറയാൻ സാധിക്കില്ല. കാരണം 3-4 നിലകളിലുള്ള ഫ്ലാറ്റിൽ ലിഫ്റ്റൊക്കെ വേണ്ടി വരും ആളുകൾക്ക്. ഈ പാവപ്പെട്ട ആളുകളൊക്കെ അവിടെ വന്നാൽ ഇങ്ങനെ താമസിക്കും എന്നുള്ളതൊക്കെ ചിന്തിക്കേണ്ട വിഷയങ്ങളാണ്. എന്നിരുന്നാലും ഒന്നിൻ്റെ പ്രവൃത്തി ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒന്ന്, ആ സ്ഥലം അതിന് അനുയോജ്യമല്ല എന്നുള്ളതുകൊണ്ട് ആ പദ്ധതി ഉപേക്ഷിച്ചു. വേറെ സ്ഥലം കണ്ടെത്തിയാൽ ആ നടപടികളുമായി മുന്നോട്ട് പോകുന്നതാണ് സർക്കാർ പറഞ്ഞിരിക്കുന്നത്. ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് എന്നൊരു പദവിയിൽ ഇരുന്നിട്ടുള്ള ഒരാൾ എന്നുള്ള രീതിയിൽ MLA ആയിട്ടുള്ള ഒരു സാഹചര്യത്തിൽ ആ ഒരു പ്രവർത്തന കാലഘട്ടം, അതിൻ്റെ ഒരു പരിചയം ഇതിന് സഹായകരമായിട്ടുണ്ടോ? തീർച്ചയായിട്ടും വളരെയധികം സഹായകരമായിട്ടുണ്ട്. കാരണം ഞാൻ 3 ടേമിൽ പഞ്ചായത്തിലേക്ക് മത്സരിച്ചിട്ടുണ്ട്. 2 ടേമിൽ പ്രസിഡൻ്റായിട്ടുണ്ട്, 1 ടേമിൽ വൈസ് പ്രസിഡൻറ്റുമായി നിന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ജനങ്ങളുമായി എങ്ങനെ ഏറ്റവും അടുത്ത് ഇടപഴകണം, അവരുടെ ആവശ്യങ്ങൾ എന്താണ് എന്നുള്ളതിനെ സംബന്ധിച്ച് എനിക്ക് നന്നായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. എൻ്റെ ഒരു വിഷയത്തിൽ ആളുകൾക്ക് പല ആവശ്യമുണ്ടാവും, നടക്കുന്നതും നടക്കാത്തതും. അതെന്താണെന്നുള്ളത് നമുക്ക് ആദ്യം നടക്കുന്നതാണ്, അല്ലാത്തതാണെങ്കിൽ അല്ലാത്തതാണ് എന്നുള്ള ഒരു തിരിച്ചറിവ് നമുക്കുണ്ടാവുന്ന അവസരത്തിൽ ആളുകൾ നിരാശപ്പെടുത്താതെ പോകാൻ നമുക്ക് സാധിക്കും. അവരുടെ കാര്യം പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്താൽ മതിയല്ലോ. അപ്പോൾ ഇപ്പോൾ ഒരു കെട്ടിടം ഉണ്ടാക്കുകയാണ്, അതിന് 3 മീറ്റർ വിടണം റോഡിൽ നിന്ന് എന്ന് പറഞ്ഞാൽ അത് വിട്ടിട്ടില്ലെങ്കിൽ പെർമിഷൻ കിട്ടൂല. പിന്നെ അതിന് എന്താണ് മാർഗം എന്നുള്ളതൊക്കെ അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാനൊക്കെ സാധിക്കുകയും അതുപോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ ഭൂമിയാണ് എല്ലാറ്റിനും ആവശ്യം. അതിന് ലാൻഡ് അക്വിസിഷനുമായി മുന്നോട്ട് പോയാൽ അത് വർഷങ്ങളോളം താമസിക്കുമെന്നുള്ളത് കൊണ്ടാണ് ജനങ്ങളുടെ സഹകരണത്തോടു കൂടിയാണ് അത് ചെയ്യേണ്ടത് എന്ന് മനസ്സിലാക്കിയത്. ആ കാര്യം ഞാൻ കൊടുവള്ളിയിൽ നിന്ന് മനസ്സിലാക്കി. കൊടുവള്ളിയിൽ ഒരുപാട് റോഡുകളുടെ കാര്യത്തിൽ ഇതുപോലെ ലാൻഡ് അക്വിസിഷൻ ഇല്ലാതെ തന്നെ നമുക്ക് ജനങ്ങളുടെ സഹകരണത്തോടു കൂടി ചെയ്ത് കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അവരത് പറഞ്ഞ് മനസ്സിലാക്കിയാൽ അവർക്കും അത് മനസ്സിലാവും. പക്ഷെ അതിൽ 3-4 ആളുകളൊക്കെയാണ് ചിലപ്പം പ്രശ്നം ഉണ്ടാക്കുന്ന അവസരത്തിലാണ് മൊത്തം ലാൻഡ് അക്വിസിഷനിലേക്കൊക്കെ നമുക്ക് പോകേണ്ടി വരിക. അപ്പോൾ ഈ കാര്യങ്ങൾ എനിക്ക് നന്നായിട്ട് അറിയാം. ഞാൻ ആദ്യം ഒരു സ്ഥലത്ത് പോയാൽ സർക്കാർ ഭൂമി വെറുതെ കിടക്കുന്നുണ്ടോ എന്നാണ് ഞാൻ നോക്കുക. എന്നിട്ട് അവിടെ എന്ത് കൊണ്ടുവരാൻ സാധിക്കുള്ളൂ. കൊടുവള്ളിയിൽ ഞാൻ അങ്ങനെ ചെയ്യുന്നുണ്ട്. മുനിസിപ്പൽ സ്റ്റേഷൻ ഉണ്ടാക്കിയത് അങ്ങനെയാണ്. പോലീസ് സ്റ്റേഷൻ്റെ കെട്ടിടം ഉണ്ടാക്കിയത് അങ്ങനെയാണ്. കുന്നമംഗലത്ത് ഞാൻ വന്നപ്പോഴും വെറുതെ കിടക്കുന്നുണ്ട് ഒരുപാട് ഭൂമി കുന്നമംഗലത്ത്. അപ്പോൾ എന്തുകൊണ്ടൊരു മുനിസിപ്പൽ സ്റ്റേഷൻ എന്ന് നമ്മൾ ആലോചിച്ചു, എന്തുകൊണ്ടൊരു പോലീസ് സ്റ്റേഷൻ എന്ന് നമ്മൾ ആലോചിച്ചു. അപ്പോൾ സർക്കാരിൻ്റെ കയ്യിൽ സ്ഥലം ഉണ്ട് എങ്കിൽ നമുക്കൊരുപാട് വികസന പ്രവർത്തനങ്ങൾ നടത്താൻ സാധിക്കും. അത് സ്കൂളായാലും പബ്ലിക് ഓഫീസായാലും മറ്റെന്ത് കാര്യങ്ങളായാലും. അപ്പോൾ നമുക്കതിനൊരു വീക്ഷണം ഉണ്ടാകുക എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം. ഇപ്പം ഈ ഒരു റഹീം ഖാൻ എല്ലാവർക്കും പരിചയമുണ്ട്, നമ്മൾ കുറേ കാലങ്ങളായിട്ട് കാണുന്ന ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ. എങ്ങനെയായിരുന്നു ഒരു ചെറുപ്പകാലത്ത് എന്തെങ്കിലും കലാകായിക വിനോദ പരിപാടികളിലൊക്കെ ഏർപ്പെട്ടിരുന്ന ഒരാളായിരുന്നു? ഇല്ല, എനിക്ക് അങ്ങനെ കലാകായിക വിനോദ പരിപാടികളുമായി ചെസ്സ് ആണ് എൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ഐറ്റം എന്ന് പറയുന്നത്. അതല്ലാതെ ഞാൻ കാണിയാവുക എന്നല്ലാതെ വേറെ രീതിയിൽ ഒരു പരിചയം എനിക്കില്ല. പക്ഷേ സ്പോർട്സിനോട് നല്ല താല്പര്യമാണ്. ഈ കുന്നമംഗലം നിയോജക മണ്ഡലത്തിലെ എല്ലാ പഞ്ചായത്തുകളിലും നമുക്ക് പിന്നെ കളിക്ക് ആവശ്യമായ സംവിധാനങ്ങളും നമ്മൾ ഉണ്ടാക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ എല്ലാ ഹയർ സെക്കൻഡറി സ്കൂളുകളിലും കളിക്കളം നിർമ്മിക്കാനുള്ള പദ്ധതി നമ്മൾ ആവിഷ്കരിച്ചിട്ടുണ്ട്. ഈ ആധുനിക കാലത്തിൽ പഴയ രീതിയിലല്ല, കുട്ടികൾ പല രീതിയിലും വഴിതെറ്റിപ്പോകുന്നൊക്കെ സാഹചര്യത്തിൽ സ്പോർട്സിനോട് അവർക്ക് ഏറ്റവും അധികം പ്രാമുഖ്യം ഉണ്ടാകണം എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് നമ്മളെല്ലാ സ്കൂളുകളിലും ഈ പദ്ധതി നടപ്പാക്കുന്നത്. എല്ലാ പഞ്ചായത്തിലും ഈ പദ്ധതി നമ്മൾ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ശരിയാണ്. ഒരു വിദ്യാഭ്യാസ രംഗത്ത് കുന്നമംഗലം നിയോജക മണ്ഡലത്തിൽ അത്യാവശ്യം വലിയ രീതിയിൽ തന്നെ ഒരു കോളേജ് ആണെങ്കിലും ഒക്കെ ഒരു വികസന പ്രവർത്തനങ്ങൾ ആ രീതിയിൽ ഉയർന്നു വന്നിട്ടുള്ളതാണല്ലോ അല്ലേ? എങ്ങനെയാണ് റഹീം ഖാ സിനിമയൊക്കെ കാണുന്ന, പുസ്തകമൊക്കെ വായിക്കുന്ന ഒരാളാണോ? അതിനുള്ള സമയം ഉണ്ടാവാറുണ്ട്? മുമ്പ് സിനിമ കാണൽ തന്നെയായിരുന്നു പണി. ഫാറൂഖ് കോളേജ് പഠിക്കുമ്പോൾ എല്ലാ സിനിമക്കും പോവുമായിരുന്നു. അപ്പോൾ അടുത്ത കാലത്ത് പിന്നെ സിനിമ കാണാൻ പോകേണ്ട കാര്യമില്ലല്ലോ, വീട്ടിൽ തന്നെ ഇതൊക്കെ ലഭ്യമായതുകൊണ്ട്
അത് വീട്ടിൽ നിന്ന് കാണും. പിന്നെ അതിനുള്ള സമയം ഇപ്പം വളരെ ദുർലഭമാണ്. ടി വി കാണൽ തന്നെ ഇപ്പം വളരെ കുറവാണ്. ഈ വിശ്വാസം, മതനിരപേക്ഷത എന്നൊക്കെ പറയുന്ന ഒരു കോൺസെപ്റ്റ് പുതിയൊരു രാഷ്ട്രീയ സാമൂഹ്യ സാഹചര്യത്തിൽ വലിയ രീതിയിൽ വളച്ചൊടിക്കപ്പെടുന്ന അല്ലെങ്കിൽ വലിയ വിവാദങ്ങളിലേക്ക് വഴിതെളിക്കുന്ന ഒന്നായിട്ട് മാറിയിട്ടുണ്ട്. തികഞ്ഞ ഇസ്ലാം മതവിശ്വാസിയാണ് റഹീം ഖാൻ. അതേപോലെ തന്നെ തികഞ്ഞ മതനിരപേക്ഷവാദിയുമാണ്. എന്താണ് കുന്നമംഗലം നിയോജക മണ്ഡലത്തിലെ ജനങ്ങളുടെ ഒരു മതനിരപേക്ഷതയെ പറ്റിയിട്ട് തോന്നിയിട്ടുള്ളത്? തീർച്ചയായിട്ടും കുന്നമംഗലം നിയോജക മണ്ഡലത്തിൽ വലിയ ഒരു സമൂഹവും മതനിരപേക്ഷ സമൂഹം തന്നെയാണ്. കാരണം ഇടതുപക്ഷ ചിന്താഗതിക്കാരാണ് അധികവും. പക്ഷെ അല്ലെങ്കിൽ അവരോടൊപ്പം സമരസപ്പെട്ട് ജീവിക്കുന്ന ആളുകളാണ്. അപ്പോൾ ആ ഒരു രീതിയിൽ എല്ലായിടത്തും ആ ഒരു സമീപനമാണ് എന്നോട് സ്വീകരിച്ചു വരുന്നത്. ഒരു വിഷയം വരുന്ന സമയത്ത് നിസ്കരിക്കാൻ സമയം ആയിട്ടുണ്ടോ എന്ന് പാർട്ടിക്കാരെന്നോട് ചോദിക്കാം. ഒരു പരിപാടിക്കൊക്കെ പോകുന്ന അവസരത്തിൽ അല്ലെങ്കിൽ ഒരു പ്രൊസഷനൊക്കെ പോകുന്ന അവസരത്തിൽ ആ ഒരു രീതിയിലുള്ള ഒരു സമീപനമാണ് എപ്പോഴും എല്ലാവരും കാണിച്ച് വരുന്നത്. അത് എല്ലാ ഭാഗത്തും ആ ഒരു സമീപനം തന്നെയാണ് ഉള്ളത്. ഒരു നിരപേക്ഷമായ ഒരു സമൂഹമാണ് കുന്നമംഗലത്തുള്ളത് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒരു പുതിയ തലമുറയിലുള്ള ഒരാൾ എന്നുള്ള രീതിയിൽ ചോദിക്കുകയാണ്, തമാശയൊക്കെ പറയുന്ന കൂട്ടത്തിലാണോ? തമാശ ഒക്കെ പറയും. തമാശ പറയാനൊന്നുമില്ല. തമാശ പറയുന്നത് ഇഷ്ടമാണ്. ആ കാര്യത്തിലൊന്നും ഒരു കുഴപ്പമില്ല. നമ്മൾ നേരത്തെയൊക്കെ പറഞ്ഞു, പല വികസന പ്രവർത്തനങ്ങളെയും നമ്മൾ എടുത്തെടുത്തൊക്കെ പറഞ്ഞു. നമ്മൾ മൊത്തത്തിലൊരു കുന്നമംഗലം നിയോജക മണ്ഡലത്തിൽ ഇതുവരെ നടത്തിയിട്ടുള്ള ഒരു വികസന പ്രവർത്തനങ്ങളെ ഓർത്തെടുക്കാൻ പറയുകയാണെങ്കിൽ എന്തായിരിക്കും അതിൻ്റെ ഒരു ആകത്തുക? അതായത് നമ്മുടെ ആദ്യത്തെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് എല്ലാ സർക്കാർ സ്കൂളുകൾക്കും ആവശ്യമായ ഭൗതിക സാഹചര്യം ഉണ്ടാക്കുക എന്നുള്ളതാണ്. അതിനൊരു 90% പൂർത്തീകരിച്ചു കഴിഞ്ഞു. ബാക്കിയുള്ളതൊക്കെ ഭരണാനുമതിയായതിൻ്റെ പ്രവർത്തന ഘട്ടത്തിലാണ്. അത് ഏകദേശം 100% സാച്ചുറേഷൻ പോയിന്റിൽ അത് എത്തിയിട്ടുണ്ട് എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. രണ്ടാമത്തത്, എല്ലാ പൊതുമരാമത്ത് റോഡുകളും BMBC നിലവാരത്തിലേക്ക് സംസ്ഥാന തലത്തിൽ ചെയ്യുന്നത് പോലെ തന്നെ ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതും ഏകദേശം 90% അതിൻ്റെ സാച്ചുറേഷൻ പോയിന്റിൽ എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഈ ആരോഗ്യ കേന്ദ്രങ്ങളാണ്. ആ ആരോഗ്യ കേന്ദ്രങ്ങളും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ നിയന്ത്രണത്തിലാണെങ്കിൽ പോലും അതിനാവശ്യമായ എല്ലാ ഭൗതിക സാഹചര്യവും ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നിന്നിട്ടില്ല. പിന്നെ എവിടെയും അല്ലാതിരിക്കുന്ന കുറേ വിഷയങ്ങളുണ്ട്. ഒന്ന് നേരത്തെ സൂചിപ്പിച്ചതുപോലെ മാവൂർ ഹോളി ഓർഡിനൻസിൻ്റെ വിഷയം, അതേപോലെ തന്നെ ഈ ചെറുപ്പ ഹെൽത്ത് സെൻറ്റർ, അതുപോലെ തന്നെ മാവൂർ ക്യാൻസർ സെൻറ്റർ, ഇതിനൊക്കെ ഏതെങ്കിലും ഒരു രീതിയിൽ എത്തിക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. മാവൂർ ക്യാൻസർ സെൻറ്ററിനെ സംബന്ധിച്ചിടത്തോളം അത് ഒരാൾ സൗജന്യമായി സർക്കാരിന് കൊടുത്ത സ്ഥലമാണ്. അത് 5-6 ഏക്കർ സ്ഥലമുണ്ട്, കെട്ടിടമൊക്കെ ഉണ്ട്. അപ്പോൾ അവരുടെ ഒരു വ്യവസ്ഥ എന്ന് പറയുന്നത് ക്യാൻസർ ചികിത്സക്ക് മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ എന്ന് അവർ ആ ഡീഡിൽ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഗവൺമെൻറ് അത് ഏൽപ്പിച്ചപ്പോൾ ഗവൺമെൻറ് അത് തലശ്ശേരി ക്യാൻസർ സെൻറ്ററിന് ഏൽപ്പിച്ചു കൊടുത്തു. അവർക്ക് അതിവിടെ നോക്കാൻ സാധിക്കാത്തത് കൊണ്ട് അത് പിന്നീട് കോഴിക്കോട് മെഡിക്കൽ കോളേജിനെ ഏൽപ്പിച്ചു. കോഴിക്കോട് ക്യാൻസർ ആശുപത്രി വരുന്ന അവസരത്തിൽ ഇവിടെ സ്ഥാപിക്കാൻ വേണ്ടി ഒരു ശ്രമം നമ്മൾ നടത്തി, പുതിയ ഈ സ്ഥലത്ത് സ്ഥാപിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അന്നത്തെ MP-യും MLA-യും എല്ലാം നിർബന്ധമായ ഒരു ബുദ്ധിയോടുകൂടി അത് മെഡിക്കൽ കോളേജിനോട് അനുബന്ധിച്ച് വേണം എന്ന് നിർബന്ധം പിടിച്ചതുകൊണ്ട് അത് നമുക്കിവിടെ സ്ഥാപിക്കാൻ സാധിച്ചില്ല. അതായത് നമ്മൾ ഉദ്ദേശിച്ചിരുന്നത് കോഴിക്കോട് മെഡിക്കൽ കോളേജിനോട് മാറ്റിയപ്പോൾ നമ്മൾ ഉദ്ദേശിച്ചിരുന്നത് ക്യാൻസർ ആശുപത്രിയോടെ കൊണ്ടുവരണമെന്നായിരുന്നു. പക്ഷേ ക്യാൻസർ ആശുപത്രി ഇപ്പോൾ മെഡിക്കൽ കോളേജിൽ വന്നു കഴിഞ്ഞു. ഇനി നമുക്ക് അതേ അവസരം നേരത്തെ പറഞ്ഞതുപോലെ ഇത് ക്യാൻസറിൻ്റെ കാര്യത്തിന് മാത്രമേ ഉപയോഗിക്കാൻ സാധിക്കൂ. അപ്പോൾ ആ ഒരു രീതിയിൽ നമുക്ക് ചെയ്യാൻ സാധിക്കുന്ന ഒരു വിഷയം എന്ന് പറയുന്നത് ക്യാൻസർ ഡിറ്റക്ഷനും പ്രിവെൻഷനുമാണ്. അതിനുള്ളൊരു സ്കീം കോഴിക്കോട് ജില്ലാ പഞ്ചായത്ത് ഉണ്ടാക്കി. കോഴിക്കോട് ജില്ലാ പഞ്ചായത്ത് ഒരു ക്യാൻസർ സൊസൈറ്റി രൂപീകരിച്ചു. ഇപ്പോൾ ഗവൺമെൻറ് ഉത്തരവ് കൊടുത്തു അത് അവരെ ഏൽപ്പിക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ അത് കോഴിക്കോട് ജില്ലാ പഞ്ചായത്തിൻ്റെ അധീനതയിലാണ്. അവരാണ് ഇപ്പോൾ ഒരു സൊസൈറ്റി രൂപീകരിച്ച് അത് ക്യാൻസർ പ്രിവെൻഷന് വേണ്ടിയിട്ട്. ആശുപത്രി വന്നു കഴിഞ്ഞു. ആശുപത്രി പ്രിവെൻഷനുമായി ബന്ധപ്പെട്ട് ഡിറ്റക്ഷനുമായി ബന്ധപ്പെട്ട് മെഡിക്കൽ കോളേജ് ഒരു സ്കീം തയ്യാറാക്കി കൊടുത്തിട്ടുണ്ട്. ആ സ്കീം അനുസരിച്ച് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കോഴിക്കോട് ജില്ലാ പഞ്ചായത്ത് ഈ ക്യാൻസർ കെയർ സൊസൈറ്റി ഉണ്ടാക്കിയിരിക്കുന്നത്. ഇപ്പം ഈ വസ്തു അവരുടെ കയ്യിലാണ്.
അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് ആവശ്യം 1 കോടി രൂപ നമ്മൾ കൊടുത്ത് കെട്ടിടം നന്നാക്കാനൊക്കെ കൊടുത്തിട്ടുണ്ട്. ആ കാര്യങ്ങളിലൊക്കെ ഇനിയും നമുക്ക് സഹായിക്കാൻ സാധിക്കും. പക്ഷേ നടത്തിക്കൊണ്ടുപോകുക എന്നുള്ളത് MLAക്ക് ചെയ്യാൻ കഴിയുന്നൊരു കാര്യമല്ല. ഒന്നുകിലത് പഞ്ചായത്തോ അതല്ലെങ്കിൽ ജില്ലാ പഞ്ചായത്തോ ഒക്കെയാണ് ചെയ്യേണ്ടത്. മറ്റൊരു വിഷയം നമ്മൾ മുമ്പിലുണ്ടായിരുന്നത് ചെറുപ്പ ഹെൽത്ത് സെൻ്ററാണ്. മെഡിക്കൽ കോളേജിൻ്റെ ട്രെയിനിങ് സെൻ്ററായിരുന്നു. അതിൽ പഞ്ചായത്തിനോ ബ്ലോക്ക് പഞ്ചായത്തിനോ ഒരു സ്വാധീനം ചെലുത്താനോ കാര്യങ്ങൾ ചെയ്യാനോ സാധിക്കാത്തൊരവസ്ഥാവിശേഷം ഉണ്ടായിരുന്നു. അത് നമ്മൾ ഗവൺമെൻറ്റുമായിട്ട് ഇടപെട്ടിട്ട് അപ്പോൾ അത് കുന്നമംഗലം ബ്ലോക്ക് പഞ്ചായത്തിന് ഹാൻഡ് ഓവർ ചെയ്ത് കൊടുത്തു. ഇപ്പോൾ അവർക്ക് വേണമെങ്കിലും മാവൂർ പഞ്ചായത്തിന് വേണമെങ്കിലും അവിടെ പണം ചെലവഴിക്കാനും അവിടെ കാര്യങ്ങൾ നടത്താനും ആ കാര്യങ്ങൾ ഒക്കെ ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡൻ്റാണ് അതിൻ്റെ ആശുപത്രി കമ്മിറ്റിയുടെ ചെയർമാൻ എന്ന് പറയുന്നത്. അപ്പോൾ അതുപോലെ ബുദ്ധിമുട്ടായി കിടക്കുന്ന പ്രശ്നമുണ്ട്. പരിഹരിക്കാൻ കഴിയാത്തൊരു വിഷയമാണ് നമ്മുടെ മാവൂർ കോളി ഓർഡിനൻസ്. അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ശ്രമിച്ചിരുന്നു, അതിന് ഉത്തരവ് പുറപ്പെടുവിച്ചിരുന്നു. പക്ഷേ അത് ഹൈക്കോടതി സ്റ്റേയിലായിപ്പോയി. ഞാൻ നേരത്തെ പറഞ്ഞ വിദ്യാഭ്യാസ രംഗത്ത് നമുക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. ഞാൻ വന്ന അവസരത്തിലുണ്ടായിരുന്ന വിഷയം എല്ലാ ഹയർ സെക്കൻഡറി ക്ലാസ്സുകളും നടന്നത് SLC ക്ലാസ്സുകളിലാണ്. അപ്പോൾ അത്രയും കുട്ടികൾക്ക് ഇരിക്കാൻ കഴിയുന്ന ഒരു ക്ലാസ് റൂമും ഇവിടെ ഒരു ഗവൺമെൻറ് സ്കൂളിലും ഉണ്ടായിരുന്നില്ല. ആദ്യം നമ്മൾ അതിൻ്റെ മുകളിലാണ് ശ്രദ്ധ പതിപ്പിച്ചത്. എല്ലാ ഹയർ സെക്കൻഡറി നടത്താനുള്ള ക്ലാസ് റൂമുകൾ എല്ലാ സ്കൂളും നേരത്തെ 7 ഹയർ സെക്കൻഡറി സ്കൂളുകളാണ് നമുക്കുള്ളത്. 7 സ്ഥലത്തും നമ്മൾ ഇതിനാവശ്യമായ ക്ലാസ്സുകൾ ഉണ്ടാക്കി. രണ്ടാമത് അവിടെ കളിക്കാനുള്ള സൗകര്യങ്ങളാണ്. അത് നമ്മൾ എല്ലാ ഹയർ സെക്കൻഡറി സ്കൂളിലും ഒന്നൊഴികെ അവിടെ സ്ഥലമില്ലാത്തതുകൊണ്ട് നമുക്കത് ചെയ്യാൻ കഴിഞ്ഞില്ല. പെരിങ്ങളം ബാക്കിയുള്ള എല്ലാ സ്ഥലങ്ങളിലും നമ്മളതിൻ്റെ പ്രവർത്തനങ്ങൾ നമ്മൾ ആരംഭിച്ചു. സ്കൂളുകളെ സംബന്ധിച്ചിടത്തോളം പിന്നെ വാടക കെട്ടിടത്തിൽ പ്രവർത്തിച്ചിരുന്ന എല്ലാ സർക്കാർ സ്കൂളുകളും നമ്മൾ സ്വന്തം കെട്ടിടത്തിലേക്ക് മാറ്റി. നമ്മുടെ കുന്നമംഗലത്ത് ഒക്കെ വളരെ പ്രയാസകരമായ സ്കൂളുകളായിരുന്നു ഉണ്ടായിരുന്നത്, വാടക കെട്ടിടത്തിലായിരുന്നു. അപ്പോൾ അതൊക്കെ നമ്മൾ സ്വന്തം കെട്ടിടത്തിലേക്ക് മാറ്റാൻ നമുക്ക് സാധിച്ചു. അതിന് സർക്കാരിൻ്റെ സഹായം നമുക്ക് കിട്ടി. MLA ഫണ്ടിൽ നിന്നുള്ള നല്ല പിന്തുണ കൊടുത്തതുകൊണ്ട് സ്കൂളുകളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഒരു പ്രയാസരഹിതമായ രീതിയിലേക്ക് ഇപ്പോൾ നമ്മൾ വന്നിട്ടുണ്ട്. അത് കമ്പ്യൂട്ടറൈസേഷൻ ഉൾപ്പെടെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചെയ്തു. ഇനി അത്തരം കാര്യങ്ങൾ മാത്രമാണ് ഇനി നമുക്ക് ചെയ്യാൻ ബാക്കിയുള്ളത്. അവരുടെ സ്പോർട്സ് ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും നന്നായി ശ്രദ്ധിച്ചു. രണ്ടാമത് നമുക്കൊരു ഗവൺമെൻറ് കോളേജിൻ്റെ വിഷയം ഉണ്ടായിരുന്നത്. അത് ചാത്തമംഗലം ഗ്രാമപഞ്ചായത്താണ് അതിന് ആവശ്യമായ സ്ഥലം നമുക്ക് എടുത്ത് തന്നത്. അപ്പോൾ അവിടെ നമ്മൾ മനോഹരമായ കിഫ്ബി നമ്മൾ നന്നായിട്ട് സഹായിച്ചിട്ടുണ്ട് കാര്യത്തിൽ. അവിടെ നമുക്ക് സഹായിച്ചു. അവിടേക്ക് റോഡില്ലായിരുന്നു, ഇപ്പോൾ റോഡിൻ്റെ പ്രവൃത്തി നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇനിയും നമുക്കവിടെ കോഴ്സുകൾ ആരംഭിക്കണം. അവിടെ ഒരുപാട് വിഷയങ്ങൾ ഇനിയും നമുക്ക് ചെയ്യാനുണ്ട്. അവിടെ നമ്മൾ കളിക്ക് ആവശ്യമായ എല്ലാ സൗകര്യം ചെയ്ത് കുൻഫു ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്കുള്ള സംവിധാനങ്ങൾ ഉൾപ്പെടെ എന്താണോ അവർക്ക് ആവശ്യമുള്ളത് ആ കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. പിന്നെ സുരക്ഷാ മേഖല ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മൾ റോഡുകളെ സംബന്ധിച്ചിടത്തോളം 90% റോഡുകൾ നമ്മൾ BMBC നിലവാരത്തിൽ ഉയർത്തിയിട്ടുണ്ട്. അപ്പോഴാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ചെറിയ അപകടങ്ങൾ സംഭവിക്കുന്ന ഒരുപാട് പ്രശ്നങ്ങൾ നമുക്കുണ്ട്. അപ്പോൾ നമുക്ക് ഫയർഫോഴ്സൊക്കെ വരുന്നത് പുറത്തുനിന്നാണ്. അപ്പോൾ അങ്ങനെ ഒരു സംവിധാനം വേണം എന്ന് ആലോചിച്ചപ്പോഴാണ് നമ്മൾ മാവൂരിൽ അത് ആരംഭിക്കാൻ വേണ്ടി തീരുമാനിച്ചത്. അപ്പോൾ നമുക്കത് ഈ പുതിയ ഗ്രാമപഞ്ചായത്ത് വന്നപ്പം അവരതിന് ഒരു ഫീസിബിലിറ്റി സർട്ടിഫിക്കറ്റ് നമുക്ക് തന്നു. ഇവിടെ ആവശ്യമായ സ്ഥലം നമ്മൾ സജ്ജമാക്കിയിട്ടുണ്ട്. ആ സജ്ജമാക്കാനുള്ള സാമ്പത്തിക സഹായവും നൽകിയത് MLA ഫണ്ടിൽ നിന്നാണ്. എന്നാലും അത് പഞ്ചായത്തിൻ്റെതാണ്. ആ പഞ്ചായത്ത് തന്നെ ഫീസിബിലിറ്റി സർട്ടിഫിക്കറ്റ് തന്ന് 33 ദിവസം കൊണ്ട് 18 പോസ്റ്റുകൾ ക്രിയേറ്റ് ചെയ്തിട്ട് അതിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചു ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി. അതുപോലെ നമ്മളെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി നമ്മളോട് നല്ല സമീപനമാണ് സ്വീകരിക്കുന്നത്. അതുപോലെ തന്നെ ഫിഷറീസ് വകുപ്പ് മന്ത്രി നമ്മൾ നന്നായിട്ട് സഹായിച്ചിട്ടുണ്ട്. നമ്മുടെ തീരദേശ റോഡുകൾ ആർക്കും അറിയാത്തൊരു കാര്യമാണ്, ഇങ്ങനെ തീരദേശ റോഡ് എന്ന് പറയുന്ന ഒരു പരിപാടി ഉണ്ട് എന്നുള്ളത്. അപ്പോൾ അദ്ദേഹം MLA കോട്ടേഴ്സിൽ തൊട്ട റൂമിലായിരുന്നു മന്ത്രിയാകുന്നതിന് മുമ്പ് താമസിച്ചിരുന്നത്. അപ്പോൾ ഈ ഒരു സംവിധാനത്തിൽ അദ്ദേഹം നമ്മളെ വളരെ നന്നായി സഹായിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ മൈനോറിറ്റി ഡിപ്പാർട്ട്മെൻറ്റ് നമുക്ക് സെൻറ്റർ തന്നിട്ടുണ്ട്. ഇങ്ങനെ എല്ലാ കായിക വകുപ്പ് മന്ത്രി നമ്മൾ പറഞ്ഞ എല്ലാ സ്ഥലങ്ങളിലേക്കും പഞ്ചായത്തിലേക്കും സ്കൂളുകൾക്കൊക്കെ നമുക്ക് അതിനാവശ്യമായ സംവിധാനം ചെയ്തു തന്നിട്ടുണ്ട്. പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയും നമ്മൾ പറയുന്ന വിഷയങ്ങളൊക്കെ നമുക്ക് ചെയ്തു തന്നിട്ടുണ്ട്. എല്ലാ മന്ത്രിമാരും നല്ല രീതിയിലുള്ള ഒരു സമീപനമാണ്
നമ്മളോട് സ്വീകരിച്ചിരിക്കുന്നത്. മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ കുന്നമംഗലം നിയോജക മണ്ഡലത്തിൽ വലിയ രീതിയിലുള്ള ഒരു വികസന കുതിപ്പ്, വികസന നായകൻ എന്നുള്ള രീതിയിലാണല്ലോ റഹീംഖാനെ നമ്മൾ കുന്നമംഗലം നിയോജക മണ്ഡലത്തിലെ ജനങ്ങൾ വിശേഷിപ്പിക്കുന്നത് തന്നെ. അപ്പം ആ രീതിയിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ വലിയ രീതിയിലുള്ളൊരു വികസന കുതിപ്പ് തന്നെ നമുക്ക് നടത്താൻ സാധിച്ചിട്ടുണ്ട്. ഇങ്ങനെ പല മേഖലകളിൽ പ്രവർത്തിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ പല ആളുകളുമായിട്ട് സംസാരിക്കുന്ന സമയത്ത്, ജനങ്ങളുടെ പ്രശ്നങ്ങൾ കേൾക്കുന്ന സമയത്ത്, ഇതിന് പരിഹാരം കണ്ടെത്തുന്ന സമയത്ത് നമ്മളുടെ ഒരു മാനസികാവസ്ഥ എപ്പോഴും ഓക്കെ ആയിരിക്കുക എന്ന് പറയുന്നൊരു ആവശ്യമുണ്ടല്ലോ. ഞാനൊരു സൈക്കോളജിസ്റ്റ് ആയതുകൊണ്ട് ഇതൊരു പേഴ്സണൽ ചോദ്യമാണ്. എങ്ങനെയാണ് നിങ്ങൾ എല്ലാവരും, ജനപ്രതിനിധികൾ എല്ലാവരും, അല്ലെങ്കിൽ MLA മാർ, എങ്ങനെയാണ് ഈ ഒരു മാനസികാവസ്ഥ ഓക്കെ ആക്കി കൊണ്ടുപോകണം, അല്ലെങ്കിൽ അല്ലേ അതുമായിട്ട് അങ്ങോട്ട് താതാത്മ്യം പ്രാപിക്കും? അത് ആ മാനസികാവസ്ഥ ഓക്കെ ആക്കി കൊണ്ടുപോകാൻ എല്ലാവർക്കും സാധിക്കില്ല. 1-2 കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ചിലപ്പോൾ ആളുകൾക്ക് ദേഷ്യം വരും. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഈ വികസന പ്രവർത്തനങ്ങൾ എനിക്ക് ചെയ്യാൻ സാധിച്ചത് എനിക്ക് പ്രത്യേകമായ പരിഗണന എല്ലാ മന്ത്രിമാരും തന്നിട്ടുണ്ട് എന്നുള്ളത് കൊണ്ടാണ്. ഞാൻ ചോദിച്ച കാര്യങ്ങളൊക്കെ ചെയ്തു തരാൻ അവർ കാണിച്ചിട്ടുണ്ട്. അതുകൊണ്ട് വളരെ സന്തോഷത്തോടു കൂടി നമുക്ക് ജനങ്ങളോട് സംവദിക്കാൻ സാധിക്കും. പിന്നെ ചെയ്യാൻ പറ്റുന്ന കാര്യം എന്താണ്, നേരത്തെ പറഞ്ഞപ്പോൾ ചെയ്യാൻ പറ്റാത്ത കാര്യം എന്താണെന്നുള്ളത് കൃത്യമായിട്ട് നമുക്ക് അവരോട് പറഞ്ഞു കൊടുക്കാൻ സാധിക്കും. ഒരു നിയമ ഇരുധാരി എന്നുള്ള നിലക്ക് ആ കാര്യത്തിൽ കൂടി നല്ല പരിചയമുള്ളതുകൊണ്ട് എന്താണ് നടക്കുക, എന്താണ് നടക്കാതെ പോവുക എന്നുള്ളത് കൃത്യമായിട്ടുള്ള ഒരു രൂപം എനിക്കുള്ളത് കൊണ്ട് അത് പറഞ്ഞ് അവർക്ക് മനസ്സിലാക്കി കൊടുക്കാനും എനിക്ക് സാധിക്കും എന്നുള്ളതാണ്. കുന്നമംഗലം നിയോജക മണ്ഡലത്തിലെ ഒരു പുതിയ തലമുറയുടെ ഒരു പ്രതിനിധി എന്നുള്ള രീതിയിൽ ചോദിക്കുകയാണ്, എന്താണ് നമ്മൾ ഒരു പുതിയ കേരളത്തിലെ ആണെങ്കിലും മൊത്തത്തിലുള്ളൊരു രാഷ്ട്രീയ സാഹചര്യത്തിനെ സംബന്ധിച്ചിട്ട് വളരെ കോൺഷ്യസ് ആയിട്ടുള്ളൊരു തലമുറയാണ്. എന്താണ് പുതിയൊരു തലമുറയോട് റഹീംക്ക് പറയാനുള്ളത്? പുതിയ തലമുറയോട് പറയാനുള്ളത് വെച്ചാൽ, ഇപ്പോൾ അധികവും മൊബൈലിൻ്റെ യുഗത്തിലാണ് നമ്മളുള്ളത്, AI യുഗത്തിലാണുള്ളത്. അപ്പോൾ ആ ഒരു സ്ഥിതിയിൽ പലപ്പോഴും നമ്മുടെ വീടുകളിൽ ഉൾപ്പെടെ നമ്മുടെ യുവതലമുറ ഒന്നുകിൽ വീട്ടിൻ്റെ അകത്തിൽ മാറ്റിരിക്കുക എന്നുള്ളതാണ്, അതല്ലെങ്കിൽ വല്ലാത്ത രീതിയിൽ പുറത്തു പോകുന്നു എന്നുള്ളതാണ്. അപ്പോൾ നന്നായിട്ട് നമുക്ക് നല്ല സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ല വിദ്യാഭ്യാസ രംഗത്ത് നന്നായി പ്രവർത്തിക്കുക, തൊഴിലധിഷ്ഠിത കോഴ്സുകളിൽ പങ്കെടുക്കുക. നമ്മുടെ കുന്നമംഗലത്ത് തന്നെ ഇപ്പോൾ ഒരു IT നമ്മൾ പുതിയ കെട്ടിടം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ തൊഴിലധിഷ്ഠിത കോഴ്സുകൾ പഠിക്കാൻ നമുക്ക് സാധിക്കുക. ഗവൺമെൻറ് ജോലി തന്നെ വേണം എന്ന് നിർബന്ധം പിടിക്കാതെ ഒരുപാട് ജോലി സാധ്യതകൾ എല്ലായിടത്തും ഉണ്ട്. ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തേക്കും പോകാൻ സാധിക്കുന്ന ഒരു സമൂഹമാണ് നമ്മൾ. അപ്പോൾ ആ ഒരു രീതിയിലുള്ള നല്ല ടെക്നിക്കലായിട്ടുള്ള വിദ്യാഭ്യാസം നേടാൻ നമുക്ക് സാധിക്കുക. ഞാനിത് പറയുന്നതെന്ന് വെച്ചാൽ കുന്നമംഗലം IIM ഉണ്ട്, അവിടെ പോയി കാണാൻ മലയാളികളായ ഒരു കുട്ടിയെ പോലും അവിടെ കാണാൻ സാധിക്കില്ല. നമ്മൾക്ക് NIT ഉണ്ട്, NIT-ൽ ഇപ്പോൾ മലയാളികളായ കുട്ടികളൊക്കെ ഉണ്ട് എന്നുള്ളതാണ്. നമുക്കിപ്പോൾ ഇവിടെ സ്കൂൾ ഓഫ് മാത്തമാറ്റിക്സ് ഉണ്ട്, അത് ഒരു റിസർച്ചിന് മാത്രമുള്ള ഒരു സ്ഥാപനമായി. നമ്മളിപ്പോൾ അത് മാറ്റിയിട്ട് ഒരു പോസ്റ്റ് ഗ്രാജുവേറ്റ് കോഴ്സുകൾ കൊണ്ടുവരാൻ വേണ്ടിയുള്ള ശ്രമമാണ് അപ്പോൾ തുടങ്ങി. ഇപ്പോൾ പുതിയ ഹോസ്റ്റലിൻ്റെ വർക്ക് തുടങ്ങിയിട്ടുണ്ട്. ഹോസ്റ്റലിൻ്റെ പ്രവൃത്തി കൂടി നമുക്ക് പൂർത്തിയാകുന്ന സമയത്ത് കുട്ടികളെ താമസിച്ച് പഠിക്കാൻ വേണ്ടി റിസർച്ച് നടത്താനും പോസ്റ്റ് ഗ്രാജുവേഷൻ യൂണിവേഴ്സിറ്റി അംഗീകാരത്തോടു കൂടി നടത്താനും സാധിക്കുന്ന ഒരു സംവിധാനത്തിലേക്ക് നമുക്ക് പോകാൻ സാധിക്കും. CWRDM ഇവിടെയാണ്, പക്ഷേ പൊതുജനങ്ങളുമായിട്ട് അതിന് വലിയ ബന്ധമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ അത് പൊതുജനങ്ങളുമായി ബന്ധപ്പെട്ട് MLA ഫണ്ട് ഉൾപ്പെടെ നമുക്ക് അവിടെ ചിലവാക്കാൻ, ഞാൻ നേരത്തെ പറഞ്ഞ സ്കൂൾ ഓഫ് മാത്തമാറ്റിക്സിലും CWRDയിലും പണ്ടൊന്നും ആരും ജനപ്രതിനിധികൾക്ക് ഒരു അപ്രോച്ച് ഇല്ലാത്ത 2 സ്ഥാപനങ്ങളായിരുന്നു. അവിടെ എല്ലാം പോയിട്ട് നമുക്ക് ജനങ്ങളുമായിട്ട് അതിനെ കൂട്ടി യോജിപ്പിക്കാനും ജനങ്ങളോടൊപ്പം അതിനെ സഞ്ചരിപ്പിക്കാനും നമുക്ക് സാധിക്കുന്നുണ്ട്. നമ്മൾ MLA ഫണ്ട് ഉപയോഗിച്ച് തന്നെ അവിടെ നിരവധിയായ പ്രവർത്തികൾ നടത്തിയിട്ടുണ്ട്. കുന്നമംഗലം നിയോജക മണ്ഡലത്തിലുള്ള ഒരു വികസന പ്രവർത്തനങ്ങളെ പറ്റിയിട്ട് നമ്മൾ ഏകദേശം കുറേയധികം സംസാരിച്ചു. ഇവിടെ നമുക്ക് ഇത്രത്തോളം മാറ്റങ്ങൾ ഒരു ഇടതുപക്ഷത്തിൻ്റെ കൂടെ നിന്നുകൊണ്ട് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. ഭരണത്തിലിരിക്കുമ്പോൾ ഒരു 10 വർഷത്തോളമായിട്ട് നമുക്ക് ചെയ്യാൻ സാധിച്ചിട്ടുള്ള മാറ്റങ്ങളെ പറ്റിയിട്ട് നാം എല്ലാവരും കാണുന്നതുമാണ്. പക്ഷെ എങ്കിലും എവിടെയൊക്കെയോ ചില വിവാദങ്ങളും ചില പ്രശ്നങ്ങളും ഇന്നും കുഴഞ്ഞു മറിഞ്ഞ് ഇങ്ങനെ കിടക്കുന്നുണ്ട്. ചിലപ്പം അത് ഇലക്ഷനോടനുബന്ധിച്ച് വരുന്ന ചില പ്രതിസന്ധികളും ആകാം. എത്രത്തോളം പ്രാധാന്യത്തോടെയാണ് ഈ ഒരു തെരഞ്ഞെടുപ്പിനെ നമ്മൾ കാണേണ്ടത്? ഈ ഗവൺമെൻറ്റിനെ സംബന്ധിച്ചോ അതിൻ്റെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ചോ പൊതുവെ വിമർശനങ്ങളില്ല എന്നുള്ളതാണ് ഒരു വസ്തുത. അതെല്ലാവർക്കും ഒരു അപ്രിസിയേഷൻ്റെ മാർക്കിൽ തന്നെയാണുള്ളത്, അത് പ്രതിപക്ഷത്തിന് പോലും. പക്ഷെ അതില്ലാത്തത് കൊണ്ട്
ഈ പല കാര്യങ്ങളും ഇപ്പോൾ പഞ്ചായത്ത് ഇലക്ഷനിലും ഉണ്ടായതുപോലെ ഈ ഒന്നാമത്തെ ഈ മൊബൈൽ യുഗത്തിലാണ് ഉള്ളത്. ഞാൻ കാണുന്നതല്ല എൻ്റെ വൈഫ് കാണുന്നത്, ഞങ്ങൾ രണ്ടാളും കാണുന്നതല്ല എൻ്റെ മക്കൾ കാണുന്നത്. അപ്പോൾ ഇതിൽ നിരന്തരമായിട്ട് തെറ്റായ പ്രചരണങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. പ്രത്യേകിച്ച് വർഗീയമായ പ്രചരണങ്ങളാണ്. വികസന പ്രവർത്തനങ്ങൾ പുറത്തു കൊണ്ടുവരാനോ അത് കാണിക്കാനോ നമ്മളെ മാധ്യമങ്ങൾ പോലും കാര്യമായിട്ട് ശ്രദ്ധിക്കുന്നില്ല, അല്ലെങ്കിൽ അവരത് മറച്ചു വെക്കുകയാണ്. പക്ഷേ ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ എടുത്തുകൊണ്ട് ഇന്നലെ എനിക്ക് ഒളവണ്ണെന്ന് ഒരു പഞ്ചായത്ത് മെമ്പർ ഒരു അയച്ചു തന്നു. അതിൽ ഇങ്ങനെ വീട്ടിൽ ഇന്ന് ലീക്ക് ചെയ്ത് വന്നതാണ്, ചില ആളുകൾക്ക് അയച്ചു കൊടുക്കുന്നതാണ്. കേരളത്തിലെ മദ്രസകളിൽ 40,000 ഉറുപ്പിക ശമ്പളം കൊടുക്കുന്നത് സർക്കാരാണ്. ഇത്ര മദ്രസകളുണ്ട്, അപ്പോൾ ഇത്ര കോടിക്കണക്കിന് ഉറുപ്പികയാണ് ഇവർ കൊടുക്കുന്നത്. ഇത് നമ്മളാരും അറിയുന്നില്ല എന്നൊരു മെസ്സേജ് അകത്തൂടെ പോകുന്നുണ്ട്. ഇതൊരു വിഷയം മാത്രമല്ല, ഇപ്പോൾ പഞ്ചായത്ത് ഇലക്ഷൻ്റെ കാലഘട്ടത്തിലും ഇത് തന്നെയാണ് വന്നത്. ഇപ്പോൾ SIR പിണറായി വിജയൻ നടപ്പാക്കുന്നതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ നിന്നൊക്കെ നമ്മളെ പുറത്താക്കാൻ വേണ്ടിയിട്ടാണെന്നുള്ളത് ഈ സ്ത്രീകളുടെ ഇടയിലൊക്കെ പ്രചരിപ്പിച്ചുകൊണ്ടുവരും. ഇത് മാത്രമൊന്നുമല്ല, നേരത്തെ മുമ്പ് ഞാൻ ഈ മുസ്ലിം ലീഗിലായിരുന്ന കാലത്ത് എനിക്ക് നന്നായിട്ട് അറിയാം റിമുറമ്പുമില്ല നഫീസുവിൻ്റെ കാര്യമൊക്കെ. അതൊക്കെ ഞങ്ങളൊക്കെ പ്രസംഗിച്ചാണ്, ഞങ്ങളോട് അങ്ങനെ പ്രസംഗിക്കാൻ പറഞ്ഞ് ഞങ്ങളൊക്കെ ശരിയാണെന്ന് വിചാരിച്ച് പ്രസംഗിച്ച ആളുകളാണ്. പിന്നീടാണ് അതൊക്കെ തെറ്റാണെന്നുള്ള, ഒരു കുട്ടിയെ ബസ് സ്റ്റാൻഡിലിട്ട് കൊല്ലുന്നതുമായി ബന്ധപ്പെട്ട് വരെ പ്രശ്നങ്ങൾ വന്നു എന്ന് നമുക്കറിയാം. അപ്പോൾ ഇങ്ങനെ ഇലക്ഷൻ്റെ തലേന്നും അതിൻ്റെ തലേന്നും ഒക്കെ നടക്കുന്ന ഒരുപാട് പ്രചരണങ്ങളുണ്ട്. അതിന് പ്രത്യേകിച്ച് ചില സ്ത്രീകളെ, ചില ഗ്രൂപ്പിൽപ്പെട്ട ചില സ്ത്രീകളെ നിശ്ചയിച്ചുകൊണ്ട് വീട് വീടാന്തരം കയറിയിട്ട് വീടിൻ്റെ അടുക്കളയിൽ ഇത്തരം കാര്യങ്ങൾ പ്രചരിപ്പിക്കുന്നു എന്നുള്ളതാണ് ഈ പഞ്ചായത്ത് ഇലക്ഷൻ്റെ അനുഭവത്തിൽ നിന്ന് പിന്നീട് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. അപ്പോൾ ഒരു കാര്യം കൊണ്ട് ഞാൻ പറയുന്നത് വെച്ചാൽ, ഒരു ഈ SIR സംബന്ധിച്ച് പറഞ്ഞപ്പോൾ വോട്ടർ ലിസ്റ്റ് പുതുക്കുന്നതുമായി ബന്ധപ്പെട്ട് ഈ പറഞ്ഞ അവസരത്തിൽ ഏതോ ഒരു സ്ത്രീ ചോദിച്ച പോലെ, ഇത് വോട്ടർ ലിസ്റ്റ് പുതുക്കല്ലേ, ഇത് പിന്നെ എന്ന് ചോദിച്ചപ്പോൾ ഇത് ഇവിടുത്തെ കാര്യമല്ലേ എന്ന് ചോദിച്ചപ്പോൾ അതല്ല എന്നുള്ള രീതിയിലൊക്കെ ആണ് പറഞ്ഞു കൊടുക്കുന്നത്. ഇങ്ങനെയുള്ള ഒരുപാട് വിഷയങ്ങൾ, കാരണം ഇത് മലയാളത്തിലല്ലേ, നരേന്ദ്രമോദിൻ്റെതാണ്, ഹിന്ദിയിലല്ലേ വരിക, അപ്പോൾ ഇത് പിണറായിൻ്റെ തന്നെയാണ് എന്നുള്ള രീതിയിൽ പറയുന്നത്. അപ്പം ഇതാണ് പഞ്ചായത്ത് ഇലക്ഷൻ എന്ന് പറഞ്ഞതെങ്കിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വേറെ പല കാര്യങ്ങളാണ് പറയാൻ പോകുന്നത്. ഇപ്പോൾ ശബരിമല വിഷയം സുപ്രീം കോടതി വിധി വന്നപ്പം എല്ലാവരും അംഗീകരിച്ചല്ലേ, വളരെ സന്തോഷത്തോടെ എല്ലാവരും അംഗീകരിച്ചു. പിന്നീടാണ് പലരും പല രീതിയിൽ മാറിയത് രാഷ്ട്രീയമായിട്ട് എടുക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്. ഇങ്ങനെ എല്ലാറ്റിലും രാഷ്ട്രീയം കലർത്തി വെക്കുന്നു എന്ന് മാത്രമല്ല, വികസന പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് ഒരു കാര്യങ്ങളും പുറത്തു വരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള നല്ല ശ്രമങ്ങൾ മാധ്യമങ്ങൾ ഉൾപ്പെടെ നടത്തുന്നുണ്ട് എന്നുള്ളതാണ് ഒരു വസ്തുത. മറ്റൊരു കാര്യം, ഇതുപോലെ അടുക്കളയിൽ നിന്ന് അടുക്കളയിലേക്ക് ഇതുപോലുള്ള സന്ദേശങ്ങളില്ലാത്ത സന്ദേശങ്ങൾ ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുന്നു എന്നുള്ളതാണ്. അതിൽ ജാഗ്രത പുലർത്തുക എന്നുള്ളതാണ് ചെയ്യാൻ സാധിക്കുന്നൊരു കാര്യം. ഇതുകൊണ്ട് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇലക്ഷനിൽ നമ്മൾ തോൽക്കുന്നു എന്ന് മാത്രമല്ല, വർഗീയ ദുർവീകരണം നമ്മുടെ സമൂഹത്തിലുണ്ടാകുന്നു. നമ്മൾക്കുള്ള ആകപ്പാട് നമുക്കൊരു മതനിരപേക്ഷ ഒരു സമൂഹമാണ്, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ. പക്ഷെ അതിന് ഒരു വിഘാതം സൃഷ്ടിക്കുന്നു. എനിക്ക് നിങ്ങളെ കാണുമ്പോഴും നിങ്ങൾക്ക് എന്നെ കാണുമ്പോഴും ആ ഒരു ഫീലിംഗ് ഉണ്ടാക്കാൻ വേണ്ടിയുള്ള രീതിയിലുള്ള വലിയ ബോധപൂർവമായ ശ്രമങ്ങൾ നമ്മുടെ നാട്ടിൽ നടക്കുന്ന, അതിനെതിരായിട്ടുള്ള നല്ല ജാഗ്രത പുലർത്തുക എന്നുള്ളത് മാത്രമാണ് നമുക്ക് ചെയ്യാനുള്ളത്. ഇപ്പം കേരളത്തിലൊരു പശ്ചാത്തലം അങ്ങനെയാണെങ്കിൽ, നമ്മൾ ഇന്ത്യ ഒട്ടുക്കെടുക്കുകയാണെങ്കിൽ വർഗീയത സ്പ്രെഡ് ചെയ്യുന്ന രീതിയിൽ തന്നെയാണ് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഒരു പ്രവർത്തനങ്ങളും. ഇപ്പം നമ്മൾ ഈ യുദ്ധത്തിൻ്റെ ഭാഗമായിട്ടുള്ള കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ നടപടികളുടെ ഭാഗമായിട്ട് സാധാരണക്കാരൻ പോലും അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ നമ്മളിന്ന് കാണുന്നുണ്ട്. മുമ്പ് നമ്മൾ തമാശയായിട്ട് കണ്ടിരുന്ന സിനിമാ ഡയലോഗുകളൊക്കെ ഇന്ന് അതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻസോട് കൂടി പുറത്തു വരുന്നുണ്ട്. ഒരു ബദൽ എന്നുള്ള രീതിയിൽ ഇടതുപക്ഷം തന്നെയല്ലേ നിലനിൽക്കേണ്ടത്? എന്താണ്? ഒരു സംശയവുമില്ല. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബാബരി മസ്ജിദിൻ്റെ തകർച്ചയ്ക്ക് ശേഷം ഉണ്ടായിട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡുണ്ട് പൊതുസമൂഹത്തിൽ. അപ്പോൾ കോൺഗ്രസ്സിന് നമ്മളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒരു സംരക്ഷണം കൊടുക്കാൻ സാധിക്കില്ല. രാഷ്ട്രീയമായ കാരണങ്ങളാൽ അങ്ങേപ്പുറത്തും നിൽക്കും എന്നല്ലാതെ കോൺഗ്രസ്സിനെ സംബന്ധിച്ചിടത്തോളം ഒരു പൊതുവായ ഒരു സ്വീകാര്യത അതോടുകൂടി തന്നെ നഷ്ടപ്പെട്ടിട്ടുണ്ട്. കാരണം നരസിംഹറാവുവിൻ്റെ അന്നത്തെ ഒരു ആറ്റിറ്റ്യൂഡൊക്കെ എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്. ഇപ്പോൾ വടക്കേ ഇന്ത്യയിലൊക്കെ പോയി കാണണമെങ്കിൽ ഒരു ബൈക്ക് ആക്സിഡൻ്റ് ആയാൽ ആ സൈക്കിളിന് മുകളിൽ സഞ്ചരിച്ച ആളുടെ പേരാ നോക്കുക. പേരും യഥാർത്ഥത്തിൽ ഇസ്ലാമും തമ്മിൽ ഒരു ബന്ധവുമില്ല. പക്ഷെ ആ പേര് നോക്കിയിട്ടാണ് പലപ്പോഴും അവിടെ കാര്യങ്ങൾ ചെയ്യുന്നത്.
അത് തന്നെയാണ് ഇപ്പോൾ പിന്നെ കർണാടകയിലുണ്ടായത്. ബുൾഡോസർ രാജ് ഉൾപ്പെടെയുള്ള ഒരുപാട് വിഷയങ്ങൾ. കേരളത്തിൽ അത് വ്യാപകമായി വന്നിട്ടില്ല, പക്ഷെ അത് വരുത്താനുള്ള ശ്രമമാണ് ചില ആളുകളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. അപ്പോൾ അതിനെതിരായിട്ട് ശക്തമായ നിലപാട് സ്വീകരിച്ചിട്ടുള്ള ഒരു സംവിധാനമാണ് ഇടതുപക്ഷം. പക്ഷേ കേരളത്തിൽ നല്ല ശക്തമായതുകൊണ്ട് ഇടതുപക്ഷം അവിടെ വളരെ ശക്തമായി നിൽക്കുന്നു. ബാക്കിയുള്ള സ്ഥലത്ത് ചെയ്യാൻ സാധിക്കുന്ന കാര്യത്തിൽ ഒക്കെ അവർ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. എല്ലാ വിഷയത്തിലാണെങ്കിലും ഇപ്പോൾ പൗരത്വ വിഷയം വന്നപ്പോൾ കേരളത്തിലുടനീളം ശ്രീ പിണറായി വിജയൻ്റെ നേതൃത്വത്തിലുള്ള വലിയൊരു മൂവ്മെൻറ്റ് നടന്നു. അതോടുകൂടിയാണ് അതായത് ഇടതുപക്ഷവും പിന്നെ മൈനോറിറ്റിയും തമ്മിലുള്ള ഒരു വിടവ് തന്നെ ഇല്ലാതായത്. എല്ലാ മതവിഭാഗങ്ങളും വളരെ നന്നായിട്ടുള്ള അപ്രോച്ചാണ് മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്. നേരത്തെ മതനേതാക്കന്മാർക്ക് മുഖ്യമന്ത്രിമാരെ കാണണമെങ്കിൽ ഇടയാൾ വേണ്ടിയിരുന്നു. ഇപ്പോൾ അതിൻ്റെ ആവശ്യമില്ല. ഇപ്പോൾ അവർക്കൊക്കെ ഡയറക്റ്റ് തന്നെ മുഖ്യമന്ത്രിയുമായിട്ട് സംസാരിക്കാനും തിരിച്ച് സംസാരിക്കാനും അവരെ പ്രശ്നങ്ങൾ അവർക്ക് തന്നെ അവതരിപ്പിക്കാനും അതിന് പരിഹാരം ഉണ്ടാക്കാനും ഒക്കെ അവർക്ക് സാധിക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് വന്നുകൊണ്ട് ന്യൂനപക്ഷങ്ങൾക്കും ഇപ്പോൾ ഈ ഗവൺമെൻറ്റിലും ഇടതുപക്ഷത്തിലും നല്ല വിശ്വാസമാണ് എന്നാണ് എൻ്റെ ഒരു അനുഭവത്തിൽ നിന്ന് എനിക്ക് പറയാൻ സാധിക്കുന്നത്. എന്തായാലും ഇത്രയും നേരം വളരെ നമ്മൾ രാഷ്ട്രീയം പറഞ്ഞു, ജീവിതം പറഞ്ഞു, അങ്ങയുടെ ഇഷ്ടങ്ങൾ പറഞ്ഞു. ഇത്രയും സമയം അങ്ങയോടുകൂടി ഇരുന്ന് ഈ ഒരു സംവാദം, സൗഹൃദ സംഭാഷണം മുമ്പോട്ട് കൊണ്ടുപോയതിൽ സന്തോഷമുണ്ട്. തുടങ്ങുന്ന സമയത്ത് ഞാൻ കുറച്ച് ടെൻസ്ഡായിരുന്നു. എങ്ങനെയാണ് ചോദിക്കേണ്ടത്, ഇത് എങ്ങനെയാണ്, എന്ത് മറുപടികളായിരിക്കും കിട്ടുക, അത് കണക്ട് ചെയ്ത് എനിക്ക് ചോദിക്കാൻ പറ്റുമോ എന്നൊക്കെ ഉള്ളൊരു ഡൗട്ട് എനിക്കുണ്ടായിരുന്നു. ഇത് മുന്നോട്ട് പോകുന്ന സമയത്ത് വളരെ നല്ല രീതിയിൽ തന്നെ ഈ കാര്യങ്ങളോട് മറുപടി പറയാനും എല്ലാ കാര്യങ്ങളെയും വളരെ നല്ല രീതിയിൽ കണക്ട് ചെയ്ത് സംസാരിക്കാനും സാധിച്ചിട്ടുണ്ട്. ജനങ്ങൾക്കും ഈ ഒരു കാര്യങ്ങളൊക്കെ അറിയാൻ താല്പര്യമുള്ളതായിരിക്കും. കാരണം 15 വർഷത്തോളമായിട്ട് കുന്നമംഗലം നിയോജക മണ്ഡലത്തിലുള്ള ഒരു MLA എന്നുള്ള രീതിയിൽ താങ്കളുടെ വികസന പ്രവർത്തനങ്ങൾ മാത്രമല്ല, എന്തായിരുന്നു PT റഹീം MLA എന്നുള്ളതിൻ്റെ ഒരു ചെറിയ ഒരു കുഞ്ഞൊരു സാധനം കൊടുക്കാൻ സാധിക്കുമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഒത്തിരി നന്ദി. എന്തായാലും ഞങ്ങളുടെ MLA ആവുകയാണെങ്കിൽ അതിനൊത്തിരി ആശംസകൾ, വിജയാശംസകൾ. ഞാൻ സാധാരണ ചാനലുകാർ സംസാരിക്കാൻ വിളിച്ചാൽ ഞാൻ പോകാറില്ല. കാരണം നമ്മൾ സംസാരിച്ചിട്ട് അവർക്ക് വേണ്ട 2 പോയിന്റ് മാത്രമേ എന്നെടുത്തിട്ട് അവർ കൊടുക്കുക. അതുകൊണ്ട് ഞാൻ അങ്ങനെ അവർ സംസാരിക്കാനേ പോകാറില്ല. പക്ഷേ അത് വളരെ സന്തോഷം. ഈ കാര്യത്തിൽ കാര്യങ്ങൾ സംസാരിക്കാൻ സാധിച്ചതിലും പ്രസൻറ്റ് ചെയ്യാൻ സാധിച്ചതിലും എങ്ങനെയൊക്കെ ചില കാര്യങ്ങൾ വിശദീകരിക്കാൻ സാധിച്ചതിലും ഒക്കെ സന്തോഷമുണ്ട്. കാരണം ഒരു വൺ സൈഡ് മാത്രമേ പലപ്പോഴും കേൾക്കൂ. 2 സൈഡും കേൾക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കി. വളരെ നന്ദി. കുന്നമംഗലം നിയോജക മണ്ഡലത്തിലൊരു ആളാണ് ഞാനും. ഞങ്ങളുടെ ജനപ്രതിനിധിയാകുകയാണെങ്കിൽ എല്ലാവിധ വിജയാശംസകളും. തീർച്ചയായും.